ബലിപ്പെരുന്നാൾ നിങ്ങൾ പശുവിനെ അറക്കണ്ട, മനസ്സിലായോ? പശുവിനെ ദേശീയമൃഗമാക്കണം. ഇത് കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബംഗാളിൽ അറിയാമല്ലോ, വെസ്റ്റ് ബംഗാളിൽ ഈ BJP എങ്ങനെ ഭരണത്തിലേതിന് ശേഷം ഇടയ്ക്കിടെ ഇങ്ങനെ ഓരോന്ന് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങളെ എനിക്കറിയാമല്ല, അതൊരു വർഗീയ ധ്രുവീകരണത്തിന് മാത്രം ശ്രമിക്കുന്ന ഒരു സംഭവങ്ങളാണ്. ഈ പറഞ്ഞ പെരുന്നാൾ ബലിപ്പെരുന്നാൾ അടക്കം മുസ്ലിങ്ങൾ അറുത്ത് കൊടുക്കുക, ബലിർപ്പിക്കുക എന്നുള്ളൊരു മെയിൻ സംഭവമാണെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്ന പഴയ നിയമത്തിനെ കുറിച്ച് ഒന്ന് ചട്ടക്കുടഞ്ഞിങ്ങനെ എടുത്തേക്കാണ്. അതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട 14 വർഷങ്ങളും പഴക്കമുള്ള പശുവിനെ അറക്കാൻ പാടുള്ളൂ. അതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു രീതിയിൽ രക്ഷയില്ലാത്ത അല്ലെങ്കിൽ ഒരു രീതിയിൽ ആരോഗ്യമില്ലാത്ത കറവയൊക്കെ പറ്റിയ പശുവിനെ, കൂടാതെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന് ഒരു MLA പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പബ്ലിക്കായിട്ടൊന്നും ഇറക്കാൻ പാടില്ല, ഗവൺമെൻറ് ഷെൽട്ടറിൽ മാത്രം ഇറക്കാൻ പാടുള്ളൂ. ഇതൊക്കെ നടക്കണ കേസല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇത് മാക്സിമം വെറുപ്പിക്കുക, പ്രശ്നം ഉണ്ടാക്കുക, കലാപം ഉണ്ടാക്കാൻ അപ്പുറത്തേക്ക് ഒന്നുമില്ല. പക്ഷേ അവിടെ മുസ്ലിം പണ്ഡിതന്മാരും എല്ലാവരും ഇറങ്ങിയിട്ട് പറഞ്ഞു ബോയ്ക്കോട്ട്, ഞങ്ങൾക്ക് ഈ പശുവിനെ വേണ്ട, ഈ പ്രാവശ്യം ഞങ്ങൾ പശുവിനെ അറക്കുന്നില്ല, ഇതിന് പശുവിനെ അറക്കുന്നില്ല, ആട് പോലെ സാധനങ്ങൾ ഇറക്കാം. അപ്പോൾ ഇതൊരു വിഷയം എന്ന് വെച്ചാൽ ഇത് ഏൽക്കുന്നത് അവിടെ പശുവിനെ വളർത്തുന്ന അതിൻ്റെ എല്ലാവിധ ഗുണങ്ങളും, അതിൽ പാല്, ചാണകം അങ്ങനെയൊക്കെ നേടുന്ന ഒരു സമൂഹമുണ്ട്. അത് ഹിന്ദു സഹോദരന്മാരാണ് ഒരു സമൂഹം. അവർക്കൊക്കെ പണിയ കാര്യം ഈ സമയമാകുമ്പോൾ ബക്രീദാകുമ്പോൾ അവർ പശുവിനെ വളർത്തുന്നു. ഇപ്പം ഉരി അതുപോലെ സാധനങ്ങൾ കാളവർണ്ണങ്ങളൊക്കെ വളർത്തി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നു. കാര്യം 15,000 മുതൽ 20,000 വിലയുള്ള സാധനത്തിന് മോഹവില, നല്ല ഉരുക്കൾ, നല്ല മോഹവിലുള്ള സാധനത്തിനാണ് ആൾക്കാർ വാങ്ങിക്കുന്നത്. മോഹവിലയാണ് പ്രത്യേകിച്ച് അറുത്ത് കൊടുക്കുന്നതിൽ നല്ല ആരോഗ്യമുള്ള, കാണാൻ ഭംഗിയുള്ള നല്ല ഉരുക്കൾ തന്നെ ഇറക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സാധനത്തിന് മോഹവില കിട്ടും. അങ്ങനെ തന്നെ ഒരു അവസ്ഥയിൽ അവിടുത്തെ ഹിന്ദു സഹോദരന്മാർ ആ കുപിതരാണ്. കാര്യം അവർക്ക് സാധനം വിൽക്കാൻ പറ്റില്ല. കാര്യം പലരും ലോൺ എടുത്ത് പലിശയ്ക്ക് എടുത്ത് പട്ടിപ്പലിശയ്ക്ക് എടുത്ത് ഇതിനെ വളർത്തി വലുതാക്കി കൊണ്ടേ കൊടുത്ത് 25,000 വിലയുള്ള 50,000 1 ലക്ഷം വരെ വില വരും. സാധനത്തിന് മോഹവില എടുത്ത് അപ്പോൾ അവരുടെ ഒരു സമയമാണത്. ആ സമയത്ത് ഈ ഒരു തീരുമാനം എടുത്ത് അവർക്ക് പണിയായി. ശരിക്കും പറഞ്ഞാൽ മുസ്ലിം സഹോദരന്മാരുടെ അടുത്ത് നല്ലൊരു തീരുമാനം. കാര്യം ഇതൊരു വിഷയം ഉണ്ടാക്കുക, നമ്മൾ തമ്മിൽ തല്ലിക്കുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. ഈ പറഞ്ഞ ഇനിയിപ്പോൾ നല്ല രീതിയിൽ നടന്ന സമയത്ത് തന്നെ ഒരു 5 ലക്ഷം 3 ലക്ഷമൊക്കെ മുടക്കി ശൂനെ കയറ്റി ഇവർ പോണ വഴി ഇതിലുള്ള ആൾക്കാരെ ഒറ്റ കൊടുക്കുന്നതാണ്. വഴിയിൽ വെച്ച് ഈ പറഞ്ഞ സംരക്ഷകർ എന്ന് പറയുന്ന ഒരു കൂട്ടം ഭീകരർ തന്നെ വന്നവരെ തടയുകയും പ്രശ്നം ഉണ്ടാക്കുകയും കോംപ്രമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നിർബന്ധിക്കുകയും, ഇല്ലെങ്കിൽ അടിക്കും, കൊല്ലും, കൊലപാതകം നടത്തും. ചിലപ്പോൾ പോലീസുകാർ കൊണ്ട് ഇടുന്നു, പോലീസ് സ്റ്റേഷനിൽ ഒരു 5 ലക്ഷം രൂപ മുതലുള്ള ഇവരെ കൊണ്ട് ഇടുന്നു. ഇതെല്ലാം കോംപ്രമൈസ് സെറ്റിൽമെൻറ്റ് ഇതെല്ലാം ചെയ്ത് ചെല്ലുമ്പോഴേക്കും ഇത് 2.5 ലക്ഷം സാധനം ഉണ്ടാവും. ഇത് സ്ഥിരം തട്ടിപ്പാണ്, കൊലപാതകം തന്നെയാണ്. ഭയപ്പെടുത്തുക അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതില്ലാണ്ടാക്കുക. കാര്യം പശുവിനെ കഴിക്കേണ്ട, വേണ്ട, പശു നിങ്ങളുടെ ആരാധന മാത്രമാണ്, കഴിക്കേണ്ട, അതുകൊണ്ട് തീരുമാനിക്കുക. അതിന് ദേശീയമൃഗമാക്കുക. ആരും ഉപയോഗിക്കേണ്ട, ആരും കഴിക്കുകയോ പ്രശ്നം ഉണ്ടാക്കേണ്ട. അതിനൊരു ദേശീയമൃഗം ആക്കി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. കാര്യം ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി എന്ന രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ. UP അറിയാലോ. ഇത് ചെയ്യുന്നത് മുസ്ലിങ്ങളൊന്നുമല്ല, RSSൻ്റെ വക്താക്കൾ അല്ലെങ്കിൽ BJPയുടെ വക്താക്കൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇതൊരു കൂട്ടിടിപ്പിച്ച് ചോര കുടിക്കുന്നൊരവസ്ഥ. അതൊരു കേവലം കുറച്ച് ആൾക്കാർ ചെയ്തുകൊണ്ട് പ്രശ്നങ്ങളാണ്. ഇന്ത്യയിലെ ഈ പറഞ്ഞ മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മറ്റ് ആൾക്കാരൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. ഏതാനും കുറച്ച് ആൾക്കാർ നമ്മൾ തമ്മിൽ തല്ലിച്ച്, ഈ നാമം പേറുന്ന ആൾക്കാർ, ഹിന്ദു നാമം, മുസ്ലിം നാമം, അങ്ങനെ നാമം പേറിയ കുറേ ആൾക്കാർ തമ്മിൽ തല്ലിക്കാൻ നടക്കണം. അവരുടെ ഒരു ശ്രമം ഇന്ത്യയിൽ നടക്കില്ല. കാര്യം നമ്മളെല്ലാം ഒന്നാണ്, ഒന്നായിട്ട് തന്നെ നിൽക്കണം എന്നുള്ള ഇതിലാണ് ഒരു തീരുമാനം വരേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ജയ് ഹിന്ദ്.